And now we discuss the Rutherford nuclear atom. So, while analyzing the scattering of alpha particles with a golden nucleus, Rutherford concluded that most of the alpha particles passed through the atom without any appreciable deflection. So with very small, that means most of the alpha particles pass through the material with small scattering angles. But a very few alpha particles are scattered through very large angles. അപ്പോൾ തോംസൺ മോഡൽ അനുസരിച്ച് ഇങ്ങനെ ലാർജ് ആംഗിൾ സ്കാറ്ററിങ് ഉണ്ടാവില്ല എന്ന് നമ്മൾ ഓൾറെഡി കണ്ടു. അപ്പോൾ ഈ ലാർജ് ആംഗിൾ സ്കാറ്ററിങ്ങിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ഇറ്റ് ഷുഡ് ബി ദി കൊളീഷൻ വിത്ത് എ മാസീവ് ഒബ്ജക്റ്റ്. അപ്പോൾ ഒരു മാസീവ് ഒബ്ജക്റ്റുമായിട്ട് ഈ ആൽഫ പാർട്ടിക്കിൾസ് കൊളൈഡ് ചെയ്താൽ മാത്രമേ അത്രയും ഒരു ലാർജ് ആംഗിൾ സ്കാറ്ററിങ് ഉണ്ടാവുള്ളൂ. So Rutherford therefore proposed that the charge and the mass of the atom were concentrated in the center in a region called the nucleus. അപ്പം അങ്ങനെ ആയാൽ മാത്രമേ അത്രയും ലാർജ് ആംഗിൾ സ്കാറ്ററിങ് ആൽഫ പാർട്ടിക്കിൾസിന് ഉണ്ടാവുള്ളൂ. ഇൻസ്റ്റഡ് ഈ പോസിറ്റീവ് ചാർജ് തോംസൺ മോഡൽ പോലെ സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണെങ്കിൽ ഒരിക്കലും ഒരു ലാർജ് ആംഗിൾ സ്കാറ്ററിങ് ഉണ്ടാവില്ല. So Rutherford proposed that the charge and mass of the atom were concentrated at its center in the region called the nucleus of the atom. അപ്പം അങ്ങനെയായാൽ മാത്രമേ അത്രയും ഒരു ലാർജ് ആംഗിൾ സ്കാറ്ററിങ് ഉണ്ടാവുള്ളൂ. സോ സപ്പോസ് എ പ്രൊജക്ടൈൽ ഓഫ് ചാർജ് ZT is incident on the atom, then the projectile experiences a repulsive force due to the positively charged nucleus. അപ്പോൾ ഇങ്ങനെ ന്യൂക്ലിയസ് ആയിട്ട് പോസിറ്റീവ് ചാർജും എൻഡിയർ മാസും കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാർജ് ആംഗിൾ സ്കാറ്ററിങ് കാണാം. അതുപോലെ തന്നെ ഇപ്പോൾ സപ്പോസ് വി ഹാവ് എ പ്രൊജക്ടൈൽ ഏതും ആവാം, ആൽഫ പാർട്ടിക്കിൾസ് ആവാം. അപ്പോൾ സപ്പോസ് നമ്മളൊരു ZD ചാർജിൽ സ്മോൾ ZD ചാർജിൽ ഒരു പ്രൊജക്ടൈൽ സെൻഡ് ചെയ്യണം. അപ്പോൾ ഇതിനൊരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ എല്ലാ ചാർജും ന്യൂക്ലിയസിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആറ്റത്തിൻ്റെ പോസിറ്റീവ് ചാർജ് തന്നെ ആയിരിക്കും ന്യൂക്ലിയസിൻ്റെ ചാർജും. സോ ന്യൂക്ലിയസിൻ്റെ ചാർജ് ക്യാപിറ്റൽ ZE. ഇതിന് തമ്മിലുള്ള ഫോഴ്സ് നമുക്ക് കൂളംസ് ലോ വെച്ചിട്ട് 1/4πε0 Q1 Q2/r² എന്ന രീതിയിൽ കണ്ടുപിടിക്കാം. Q1 എന്ന് പറഞ്ഞാൽ പ്രൊജക്ടൈലിൻ്റെ ചാർജ്, അതിൻ്റെ മോഡുലസ്, and Q2 is the charge of the nucleus divided by 4πε0 r². R is the distance between the projectile and the nucleus. So അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ തോംസൺ മോഡലിൽ ഒരു ഇക്വേഷൻ ഡിസ്കസ് ചെയ്തിരുന്നു, ഒരു ഫോഴ്സിന് ഒരു എക്സ്പ്രഷൻ ഡിസ്കസ് ചെയ്തിരുന്നു. ഗോസസ് ലോ വെച്ചിട്ടായിരുന്നു അത് കണ്ടുപിടിച്ചിരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ പ്രൊജക്ടൈൽ ആ സ്പിയറിനകത്താണ് എന്നാണ് അസ്യൂം ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ മുഴുവൻ പോസിറ്റീവ് ചാർജും പ്രൊജക്ടൈലിന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് ഒരു പ്രൊജക്ടൈൽ ഇതിനകത്താണ്, R ഡിസ്റ്റൻസിലാണ്. അപ്പോൾ ഇതിനകത്ത് ഉള്ള പോസിറ്റീവ് ചാർജ് മാത്രമേ പ്രൊജക്ടൈലിന് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ബട്ട് ഈ മോഡൽ റദർഫോർഡ് മോഡൽ അനുസരിച്ച് പോസിറ്റീവ് ചാർജ് എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്ത് കിടക്കുകയാണ്, ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുകയല്ല. അപ്പോൾ അതുകൊണ്ട് പ്രൊജക്ടൈൽ എന്ന് പറയുന്നത് ഓൾവേസ് ഔട്ട്സൈഡ് ദി ന്യൂക്ലിയസ് ആയിരിക്കും, ഒരിക്കലും ഇൻസൈഡ് ദി ന്യൂക്ലിയസ് ആയിരിക്കില്ല. മറ്റേടത്ത് ഇൻസൈഡ് ദി ആറ്റം ആയിരുന്നു തോംസൺ മോഡലിൽ. പക്ഷേ ആറ്റത്തിനകത്ത് പോസിറ്റീവ് ചാർജ് കോൺസെൻട്രേറ്റഡ് ആയിരുന്നില്ല, സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത് കൊണ്ട് ആ പോസിറ്റീവ് ചാർജിൻ്റെ ഒരു പോർഷൻ മാത്രമേ പ്രൊജക്ടൈലിന് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ബട്ട് ഹിയർ ദിസ് പ്രൊജക്ടൈൽ ഇസ് ഓൾവേസ് ഔട്ട്സൈഡ് ദി പോസിറ്റീവ് ചാർജ് ആൻഡ് ഓർ ദി ഔട്ട്സൈഡ് ദി ന്യൂക്ലിയസ്. സോ ഇറ്റ് ഫീൽസ് ദി ഫുൾ ന്യൂക്ലിയർ ചാർജ് ZD. അതുകൊണ്ട് ഫോഴ്സ് നമുക്ക് ഡയറക്റ്റ്ലി ഇങ്ങനെ കാണാം, ക്യാപിറ്റൽ ZD into small ZD divided by 4πε0 r². അതുപോലെ തന്നെ ഇതിന് ചുറ്റും ഇലക്ട്രോൺസ് ഉണ്ട്, ന്യൂക്ലിയസിന് ചുറ്റും.
പക്ഷേ these electrons are having very small mass and therefore they do not affect the path of the projectile, and we neglect the effect of the electrons on the scattering. And also we assume that the nucleus is much massive than the projectile, and therefore the nucleus does not move during the scattering process. അപ്പോൾ പ്രൊജക്റ്റൈൽ സ്കാറ്റർ ചെയ്ത് പോകുന്നിടത്ത് ന്യൂക്ലിയസ് മച്ച് മാസീവ് ആയതുകൊണ്ട് ന്യൂക്ലിയസിന് എന്തുണ്ടാവില്ല, മൂവ്മെന്റ് ഒന്നും ഉണ്ടാവില്ല, റിക്കോയിൽ ഉണ്ടാവില്ല. നമുക്കറിയാം രണ്ട് ഒബ്ജക്ട്സ് സ്കാറ്റർ ചെയ്യുമ്പോൾ അത് കമ്പയറബിൾ മാസ് ആകുമ്പോഴാണ് രണ്ടിനും മൂവ്മെന്റ് ഉണ്ടാവുക അല്ലെ. സപ്പോസ് ഒരു ഒബ്ജക്റ്റ് ഒരു വാളിൽ പോയിട്ട് ഇടിച്ചാൽ വാളിന് മൂവ്മെന്റ് ഒന്നുമില്ല. അപ്പൊ അതുപോലെ തന്നെ ന്യൂക്ലിയസ് നമ്മൾ മാസീവ് ആയിട്ടാണ് കരുതുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ദർ ഇസ് നോ റീകോയിൽ മോഷൻ ഗിവൺ ടു ദി ന്യൂക്ലിയസ്. സോ ദി ന്യൂക്ലിയസ് ഡസ് നോട്ട് മൂവ് ഡ്യൂറിങ് ദി സ്കാറ്ററിംഗ് പ്രോസസ്, ആൻഡ് therefore the initial and final kinetic energies of the projectile are equal. അപ്പം നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് എനർജി ട്രാൻസ്ഫർ മാക്സിമം ആവുന്നത് നമ്മുടെ കൊളൈഡിങ് പാർട്ടിക്കിൾസിന് കമ്പയറബിൾ മാസ് ഉള്ളപ്പോഴാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ന്യൂക്ലിയസിന്റെ മാസ് എന്ന് പറഞ്ഞാൽ വെരി വെരി ഗ്രേറ്റർ ദാൻ ദി മാസ് ഓഫ് ദി പ്രൊജക്റ്റൈൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ എനർജി ന്യൂക്ലിയസിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നില്ല. So there is no energy transfer between the projectile and the nucleus in this process, and therefore the initial kinetic energy and the final kinetic energy of the projectile are equal. The projectile adinte energy lose cheyyunnilla, since the mass of the particles involved are not comparable. കമ്പയറബിൾ ആകുമ്പോഴാണ് എനർജി ട്രാൻസ്ഫർ നടക്കുന്നത്. ആൻഡ് ഓൾസോ ഈ ഫിഗറിൽ നിന്ന് നമുക്ക് ഇമ്പാക്ട് പാരാമീറ്റർ ബി കാണാം. ഇമ്പാക്ട് പാരാമീറ്റർ എന്താന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞത്. ഇറ്റ് ഈസ് ദി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് ദി വെലോസിറ്റി വെക്ടർ ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾ. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ആൽഫ പാർട്ടിക്കിൾ ബീം എടുക്കുകയാണെങ്കിൽ ഇതിന്റെ ഇമ്പാക്ട് പാരാമീറ്റർ ബി ഇതാണ്. ഈ ബീമിന്റെ ഇമ്പാക്ട് പാരാമീറ്റർ ഇവിടെ ഇതാ വരുന്നത്. Perpendicular distance of the velocity vector of the alpha particle from the central line of the nucleus when the alpha particle is far away from the nucleus. Near ആവുമ്പോഴല്ല, far away ആവുമ്പോഴുള്ള ഈ perpendicular distance. ഈ ലൈനിന് ഇതാണ് ബി. അതുപോലെ ഈ സെറ്റ് ഓഫ് ആൽഫ പാർട്ടിക്കിൾസിന് ബി മാർക്ക് ചെയ്തിരിക്കുന്നതാണ് കാണുന്നത്. അപ്പൊ നേരത്തെ കേസിൽ, അതായത് തോംസൺ മോഡലിൽ നമ്മൾ ന്യൂക്ലിയസ് എന്നല്ല അത് എടുക്കുന്നത്, സെന്റർ ഓഫ് ദി ആറ്റം. അതായത് തോംസൺ മോഡലിൽ നമുക്ക് ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല. പോസിറ്റീവ് ചാർജ് എല്ലാം ഇവിടെ സ്പ്രെഡ് ചെയ്ത് കിടക്കുമായിരുന്നു. അപ്പൊ സെന്ററിന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ്, അപ്പോൾ ഹെഡ് ഓൺ കൊളീഷൻ ആണെങ്കിൽ, അതായത് സെന്ററിലൂടെയുള്ള കൊളീഷൻ ആണെങ്കിൽ ഇമ്പാക്ട് പാരാമീറ്റർ 0 ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്കറിയാം മാക്സിമം തോംസൺ മോഡലിൽ വരുന്ന ഇമ്പാക്ട് പാരാമീറ്റർ എന്ന് പറയുന്നത് ഈ ആറ്റത്തിന്റെ റേഡിയസ് ആണ്. അതുകൊണ്ട് തന്നെ ആവറേജ് ഇമ്പാക്ട് പാരാമീറ്റർ നമ്മൾ എടുത്തിരുന്നു R/2 ആണ്. നമ്മൾ തോംസൺ സ്കാറ്ററിംഗ് ആംഗിൾ കണ്ടപ്പോൾ എടുത്തിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഓക്കെ, അതുപോലെ തോംസൺ മോഡലിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇമ്പാക്ട് പാരാമീറ്റർ കൂടുമ്പോൾ സ്കാറ്ററിംഗ് ആംഗിൾ കൂടുന്നു എന്നാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഹെഡ് ഓൺ കൊളീഷൻ, കാരണം ന്യൂക്ലിയസ് ഇവിടെയാണ് ചാർജ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ. ഹെഡ് ഓൺ കൊളീഷൻ ആകുമ്പോഴാണ് മാക്സിമം ഫോഴ്സ് ഉണ്ടാവുക, അപ്പോഴാണ് മാക്സിമം സ്കാറ്ററിംഗ് ആംഗിൾ ഉണ്ടാവുക. അതുപോലെ ബി കൂടുമ്പോൾ ഫോഴ്സ് കുറയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ സ്കാറ്ററിംഗ് ആംഗിൾ കുറവായിരിക്കും. അപ്പൊ തോംസൺ മോഡലിലും റദർഫോർഡ് മോഡലിലും റിലേഷൻ ബിറ്റ്വീൻ ഇമ്പാക്ട് പാരാമീറ്റർ ആൻഡ് തീറ്റ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. അപ്പോൾ ഓരോ ഇമ്പാക്ട് പാരാമീറ്ററിനും ഓരോ സ്കാറ്ററിംഗ് ആംഗിൾ ഉണ്ടാവും. So for each impact parameter B, there is a certain scattering angle. So now we have to get a relationship between B and theta. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ പ്രൊജക്ടൈൽ ഒരു ഹൈപ്പർബോളിക് പാത്താണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ പോളാർ കോർഡിനേറ്റിൽ ഇക്വേഷൻ ഓഫ് ഹൈപ്പർബോള നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ജസ്റ്റ് എഴുതാം, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/r ഇസ് ഈക്വൽ ടു 1/b sin phi പ്ലസ് ZZD സ്ക്വയർ ബൈ 8 pi epsilon 0 b square k cos phi minus 1.
So this is the equation of the hyperbola and the polar coordinates are theta and phi. Spherical polar coordinate system ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. B impact parameter ആണ്. Small z E is the charge of the projectile, capital Z is the charge of the nucleus, B is the impact parameter, K is the kinetic energy of the projectile. So ഇവിടെ ഈ പാർട്ടിക്കിളിന്റെ ഇനീഷ്യൽ പൊസിഷൻ, ഈ പ്രൊജക്ടൈലിന്റെ ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് ആ സമയത്ത് ഫൈ അറ്റ് എ ലാർജ് ഡിസ്റ്റൻസ് ഹിയർ ഫൈ ഈക്വൽ ടു 0, ആർ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിരിക്കും. അതുപോലെ ഫൈനൽ പൊസിഷൻ ഇങ്ങനെ മൂവ് ചെയ്ത് പാർട്ടിക്കിൾ പ്രൊജക്ടൈൽ ഈ ഹൈപ്പർബോളിക് പാത്തിൽ അങ്ങനെ പോയി. ഇപ്പൊ ഫൈനൽ പൊസിഷനും ആർ ഈക്വൽ ടു ഇൻഫിനിറ്റി ആണ്. അന്നേരം ആംഗിൾ എന്ന് പറയുന്നത് ഈ ആംഗിൾ ആയിരിക്കും, ഈ ആംഗിൾ. സോ ഈ ആംഗിൾ തീറ്റയാണ്. അപ്പൊ ഈ ആംഗിൾ എന്ന് പറയുന്നത് ഫൈനൽ പൊസിഷനിൽ ഈ ആംഗിൾ, അതായത് ഈ ഇൻസിഡന്റ് പൊസിഷനും ഈ പെർട്ടിക്കുലർ പോയിന്റ് തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ 180 മൈനസ് തീറ്റ. കണ്ടോ, ഇത് തീറ്റയാണ്, ഇത് 180 മൈനസ് തീറ്റ ആയിരിക്കും. ഈ ഫിഗറിന് നിങ്ങൾക്ക് ക്ലിയർ ആണ്. അപ്പോൾ ആ ഫൈനൽ പൊസിഷന്റെ കോർഡിനേറ്റ്സ് നമ്മൾ ഇവിടെ ഇടണം. ഓക്കെ, അതായത് അറ്റ് ഫൈനൽ പൊസിഷൻ r tends to infinity and phi is 180 മൈനസ് തീറ്റ. അത് ഈ എക്സ്പ്രഷനിൽ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/infinity ഇത് 0 കിട്ടും. ദെൻ സോ 1/b sin 180 മൈനസ് തീറ്റ, sin തീറ്റ. സോ ദിസ് ഇസ് 0 ഈക്വൽ ടു 1/b sin theta plus z e square by 8 pi epsilon 0 b square k cos 180 minus theta എന്ന് പറയുന്നത് minus cos theta, minus cos theta minus 1. അപ്പോൾ മൈനസ് നിങ്ങൾക്ക് പുറത്തെടുക്കാം, അതായത് ഒന്ന് ഈ സൈഡിലേക്ക് വരാം. നമുക്കിതിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. ഇനി രണ്ട് സൈഡിലും ബി ഉണ്ട്, അത് ക്യാൻസൽ ചെയ്യാം, ഇവിടെ അങ്ങ് കട്ട് ചെയ്ത് പോകും. ആൻഡ് ബൈ റീഅറേഞ്ചിങ് വി ഗെറ്റ് എൻ എക്സ്പ്രഷൻ ഫോർ ബി z e square by 8 pi epsilon 0 k into 1 plus cos theta by sin theta. 1 plus cos theta എന്ന് പറയുന്നത് ട്രിഗണോമെട്രിക് റിലേഷൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാം. 2 cos square theta by 2 ആണ്. sin theta എന്ന് പറയുന്നത് 2 sin theta by 2 cos theta by 2. ഇതിൽ ഒരു കോസും കട്ട് ചെയ്ത് പോകും, 2 കട്ട് ചെയ്ത് പോകും. cos by sin is cot. And therefore we have p equal to z e square by 8 pi epsilon 0 k cot theta by 2. So this can be also written as capital Z into small z by 2k e square by 4 pi epsilon 0 cot theta by 2. e square by 4 pi epsilon 0 യുടെ വാല്യൂ നിങ്ങൾക്ക് നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടും ചെയ്യാൻ പറ്റും. ഓക്കെ, so this gives the relation between impact parameter b and the scattering angle theta. So a projectile that approaches the nucleus with an impact parameter b will be scattered through an angle theta. ഈ എക്സ്പ്രഷൻ ബി റദർഫോർഡ് സ്കാറ്ററിംഗിൽ ഇമ്പാക്ട് പാരാമീറ്ററും സ്കാറ്ററിംഗ് ആംഗിളും തമ്മിലുള്ള റിലേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ പ്രൊജക്ടൈൽസ് അപ്രോച്ചിങ് സ്മോളർ വാല്യൂ ഓഫ് ബി സ്മോളർ ആണെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് ലാർജർ ആയിരിക്കും. കോഡ് തീറ്റ ആണ് ഇവിടെ വരുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, തീറ്റ 0 ഇൻക്രീസ് ചെയ്യുമ്പോൾ കോഡ് തീറ്റ കുറയാണ്. സോ ബി വിൽ ഡിക്രീസ്. സോ ദേ ആർ ഇൻവേഴ്സ്ലി റിലേറ്റഡ്. So from this figure it is clear that the projectiles approaching with a smaller value of b will be scattered through larger angles. ഇതിനാണ് കൂടുതൽ scatter and ഈ small b value വരും. And the projectiles which are approaching with larger values of b are scattered through smaller angles. ഓക്കെ, അപ്പൊ ഹെഡ് ഓൺ കൊളിഷൻ ബി ഈക്വൽ ടു 0 മാക്സിമം സ്കാറ്ററിംഗ്, ഈവൻ ബാക്ക് സ്കാറ്ററിംഗ് പോലും വരുന്നത്. ഓക്കെ, സോ വെൻ ബി ഈസ് വെരി സ്മോൾ, വെൻ ബി ഈസ് 0 ദിസ് തീറ്റ ഈസ് വെരി ലാർജ്. വെൻ ബി ഇൻക്രീസസ് തീറ്റ ഡിക്രീസസ്. ഓക്കെ, and we will study the details of the Rutherford scattering in the next class. Okay, thank you.